വാശിയേറി ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 6 വ്യാഴാഴ്ച രാവിലെ 9 മണി വരെയുള്ള ഞെട്ടിക്കുന്ന വോട്ടിംഗ് റിസൾട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫോർത്ത് നമ്മൾ പറയാൻ പോകുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 6 അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് ആണ്. നിലവിൽ നോക്കുകയാണ് ഒന്നാം സ്ഥാനത്ത് വാശിയേറിയ പോരാട്ടത്തിലൂടെ ഒന്നാം സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്ന സിജോയെ തന്നെയാണ്. 1,59,641 വോട്ടിന്റെ റെക്കോർഡ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഒന്നാം സ്ഥാനത്തേക്ക് തൊട്ട് പുറകെ രതീഷ് പോരാട്ടം ഉറപ്പിച്ച് 1,48,392 വോട്ട് രൂപമായിട്ട് രണ്ടാം സ്ഥാനത്തേക്ക് മൂന്നാം സ്ഥാനത്ത് ഈ ഒരു നിമിഷം സവിശേഷമായിട്ട് ശരണ്യയുടെ ഒരു വലിയൊരു കമ്പാക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 1,32,248 വോട്ട് സ്വന്തമാക്കിയപ്പോൾ നാലാം സ്ഥാനം ഉറപ്പിച്ചുകൊണ്ട് റോക്കിയുടെ വലിയൊരു കമ്പാക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 1,27,863 വോട്ട് സ്വന്തമാക്കി ഇപ്പൊ തൊട്ടടിക്കെ സ്ഥാനം തന്നെ അഞ്ചാം സ്ഥാനം വിട്ടുകൊടുക്കാരെന്ന് ഉറപ്പിച്ചുകൊണ്ട് 5 പേരുടെ ഒരു പോരാട്ടം കാണാൻ സാധിക്കുന്നുണ്ട്. 1,26,315 വോട്ട് ഈ നിമിഷം വരെ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ആറാം സ്ഥാനത്താണ് നിലവിൽ നമുക്ക് നോറയെ കാണാൻ സാധിക്കുക. നോറ 1,24,930 വോട്ടിന്റെ വ്യക്തമായിട്ടുള്ള ലീഡ് പുലർത്തുമ്പോൾ ഏഴാം സ്ഥാനത്ത് ഏറ്റവും കൂടുതലായിട്ട് തകർച്ചയുടെ വക്കിൽ നിന്ന് കരകയറിയിരിക്കാൻ ജിൻഡോനെ കാണാൻ സാധിക്കുന്നുണ്ട്. 1,11,754 വോട്ട് ഈ ഒരു സമയം വരെ സ്വന്തമാക്കിയപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് സുരേഷ് അണ്ണനാണ് ഈ ഒരു നിമിഷം വരെ നേടിയെടുക്കാൻ സാധിക്കുക. 95,323 വോട്ട് മാത്രമാണ്. വരും മണിക്കൂറുകൾ സുരേഷ് അണ്ണന്റെ കാര്യത്തിൽ നിർണായകമായിരിക്കും. ഒരുപക്ഷെ ഈ ഒരു സീസൺ 6 ആദ്യമായിട്ട് പുറത്തു പോകാൻ പോകുന്ന വ്യക്തിയായിട്ട് സുരേഷ് മാറുമെന്ന് കണ്ടുവരണം. എന്തൊക്കെയാണ് വരും മണിക്കൂറുകൾ ഇനിയും ദിവസങ്ങളും സമയങ്ങളും സുരേഷ് അണ്ണന് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു പെർഫോമൻസ് കാഴ്ചവെച്ച് കണ്ടക്ട് ഉണ്ടാക്കി വലിയൊരു തിരിച്ചറിവ് സാധിക്കുന്ന സുരേഷ് അണ്ണന് സാധിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ നിങ്ങളുടെ ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരാന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. അതോടൊപ്പം തന്നെ വരും മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസൾട്ടുകൾ ആകും തന്നെ അറിയുമ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിക്ക് നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തിയില്ലെങ്കിൽ ഹോട്ട്സ്റ്റാറിൽ പോയി നിങ്ങൾ വോട്ട് രേഖപ്പെടുത്താനും മറക്കണ്ട.